നമസ്കാരം, നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി സോസേജാണ്. സോസേജ് ആദ്യം നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. സ്റ്റവ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സോസേജ് ഇട്ട് കൊടുക്കാം. ഈ സോസേജ് ഓൾറെഡി ഞാൻ കണ്ടില്ലേ 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് വേവട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളം ഊറ്റിയിട്ട് ഫ്രൈ ചെയ്യാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ സോസേജ് ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. അതാണ് അതിൻ്റെ പാകം. നമ്മുടെ സോസേജ് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് കാരണം കണ്ട ഫ്രൈ ആയി വന്നപ്പോൾ കണ്ടില്ലേ, ഒരു നല്ലൊരു ഡിസൈനിൽ നമുക്ക് കിട്ടി. കണ്ട, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് കുറച്ചൊന്ന് ഫ്രൈ ആയതിന് ശേഷം അത് ഇളക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ സോസേജ് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇനി അടുത്ത വട്ടം ഉണ്ടാക്കുമ്പോൾ കുറച്ചിട്ടാൽ മതി. കുറച്ച് ഇടുക. ഇതിപ്പോൾ ഇട്ടപ്പോൾ അധികം ഉണ്ടായില്ല. പിന്നെ വെളിച്ചെണ്ണ കുടിച്ച് വന്നപ്പോൾ ഒരുപാടായി. അപ്പോൾ നിങ്ങളിടുമ്പോൾ കുറച്ചിടാം. പിന്നെ നമുക്കിനി അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസേജ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിയുള്ളതിൻ്റെ മെയിൻ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. പാൻ വയ്ക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട്, ഓൾറെഡി ചൂടുണ്ട്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയോ. ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആദ്യം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ചൂടുണ്ട്, പെട്ടെന്ന് ആയത്. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണം. നമ്മുടെ വെളുത്തുള്ളി ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സബോള ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. കുറച്ച് സബോള. ഇവർ രണ്ടുപേരൊന്ന് നോക്കട്ടെ. ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ക്യാപ്സിക്കം ടൊമാറ്റോയും. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കൂടെ ചേർന്നപ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി. നല്ലൊരു ഹോട്ടൽ സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിട്ട്. എന്നാലാണ് കറക്റ്റ് എല്ലാം അവിടുത്തെ ആ കുക്ക് പാകാവുള്ളൂ. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം കുരുമുളക് ഇട്ട് കൊടുക്കാം. ശേഷം സോസേജിൽ എപ്പോഴും കുരുമുളക് നന്നായിട്ടുള്ളതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവരിടുക, അല്ലാത്തവർക്ക് കുറച്ചിടണമെങ്കിൽ ഇടാം. ഉപ്പും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിതിൽ വേറെ എരിവുകളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് കുരുമുളക് എത്ര ചേർന്നാലും നമുക്ക് അതിൻ്റെ ഒരു എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ വേറെ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. അത് കുരുമുളകിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. കുരുമുളക് നല്ല കുരുമുളകാണെങ്കിൽ കുറച്ചിട്ടാൽ മതിയോ. കുരുമുളകിൻ്റെ ഓരോ ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിരിക്കും നമ്മളുടെ ഇടുന്ന ക്വാണ്ടിറ്റിയും എരിവിൻ്റെ കണക്കൊക്കെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആവട്ടെ. ഉപ്പും കുരുമുളകൊക്കെ നമ്മുടെ ക്യാപ്സിക്കത്തുമ്മയ്ക്കും തക്കാളിയമ്മയ്ക്കും സബോളമ്മയ്ക്കും ഒന്ന് പിടിക്കട്ടെ. നമുക്കിതിലേക്ക് നമ്മുടെ സോസേജ് ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് സോസേജ് ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇപ്പോൾ 2 മിനിറ്റായി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മിളക് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് ചേർത്തിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂൺ നമ്മുടെ സോയ സോസ്. കറക്റ്റ് ഒരു സ്പൂൺ, അതിൽ കൂടാൻ പാടില്ല. സോയ സോസ് ഈസ് വെരി ഡേഞ്ചറസ്. സോയ സോസ് ഒരു ഇത്തിരി കൂടി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിലങ്ങ് മാറും. നമുക്കൊരു സ്പൂൺ ടൊമാറ്റോ സോസ്, 1-2 സ്പൂൺ, 2 സ്പൂൺ ചേർക്കാം. സ്വീറ്റ് ആയിരിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റി. 1 സ്പൂൺ വീഴാത്തിരി പ്രയാസമുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആഹാ, സൂപ്പർ സ്മെല്ലാട്ടോ. ഇപ്പോൾ അടിപൊളി സ്മെല്ലാണ് വരുന്നത്. എല്ലാ ഐറ്റംസും നമ്മുടെ സോസേജിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് അവസാന ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ഡെക്കറേഷനായ നമ്മുടെ എല്ലാത്തിനും സ്മെല്ലിന് എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് ഇളക്കുക. ആഹാ, ഏതാ സ്മെല്ല്! അതെ, ഇപ്പം നമ്മുടെ ചില്ലി സോസേജ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി സോസേജ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം പരിപാടി. ഇതുണ്ടെങ്കിൽ ചിക്കൻ മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് മതി. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ പിടിക്കാം, അല്ലെങ്കിൽ ചോറിനൊപ്പം പിടിക്കാം, എല്ലാത്തിൻ്റെ ഒപ്പം ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചില്ലി സോസേജ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സോ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ശരിയാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ നെക്സ്റ്റ് ടൈം, ബൈ.